വിവോയുടെ വിവോ V27 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 33,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V27 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 60 ഡിഗ്രിയോളം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ കളർ ചേഞ്ചിങ് ബാക്ക് പാനലൊക്കെ വരുന്നുണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാവുന്നതാണ്. ചിലർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തോന്നിയേക്കാം. ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 180 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.36 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മാജിക് ബ്ലൂ അതുപോലെ തന്നെ നോബിൾ ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 7200 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പ്രോസസ്സറും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6 5G ബാൻഡ്സേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പോൾ 3.5 mm ഓഡിയോ ജാക്കും മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തത്. എന്തായാലും ഈ ഒരു ഫോണിലും അത് മിസ്സിംഗ് ആണ്. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX766Vയുടെ മെയിൻ ക്യാമറ സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് 2 MP ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ക്യാമറ സെറ്റപ്പൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഇതുപോലുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാമറ സെറ്റപ്പും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4600 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തെങ്കിലും നിരാശപ്പെടുത്തിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 32,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 36,999 രൂപയാണ്. മാർച്ച് 23 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ ICCയുടെ കൊഡാക് മഹീന്ദ്രയുടെ അതുപോലെ തന്നെ HDBയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3,000 to 3,500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡീലിൽ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ V27 5G എന്ന ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഫോൺ എന്ന് പറയാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V27 എന്ന സ്മാർട്ട് ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ പൊതുവേ ഓഫ്ലൈൻ മാർക്കറ്റിൽ കുറച്ചും കൂടിയൊക്കെ വില കൂടാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മൊത്തത്തിൽ വലിയ തരക്കേടില്ലാത്തൊരു ഫോണും അതുപോലെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പം അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും വിവോ V27 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.